അങ്ങനെ ഞങ്ങളുടെ ഋതുമോളുടെ 4th ബർത്ത്ഡേ ആയിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസമായി ചോദിക്കുന്നു, അമ്മ ഏത് മാസം എൻ്റെ ബർത്ത്ഡേ വരിക, ജൂലൈ മാസം എപ്പോഴാമ്മ, ഏത് ഡേറ്റിനാണ് എൻ്റെ ബർത്ത്ഡേ അമ്മ, കുറേ ദിവസമായി ചോദിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ കുട്ടി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. കേക്ക് മുറിക്കാനാണ് മെയിൻ കാര്യം. കേക്ക് കഴിക്കാനൊന്നും വലിയ താല്പര്യമില്ല, പക്ഷേ എന്നെ മുറിച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഓഫീസിൽ നിന്ന് കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഋതു നന്ദും കൂടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഡെക്കറേഷൻ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പോയി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കിച്ചൺ ഡ്യൂട്ടി വേറെ ഉണ്ട്, അതും ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ചേട്ടൻ വരുന്ന സമയത്ത് ചേട്ടൻ ഇത് വാങ്ങിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വീണ്ടും കുറേ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഋതുവിൻ്റെ ഡ്രസ്സിനും വണ്ടിക്കും ഒക്കെ മാച്ച് ചെയ്തിട്ട് ബ്ലൂ കളറിന് വേണ്ടിയിട്ട് ഓൾറെഡി തീം സെറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇത് പിന്നെ വലിയ യൂസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡോറ ഫാൻ ആയതുകൊണ്ട് കേക്ക് പിന്നെ ഡോറ തന്നെ മതി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ 3rd ബർത്ത്ഡേക്കും ഡോറ തന്നെയാണ്, മാറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് കൊണ്ടുവന്നതിന് ശേഷമാണ് കേട്ടോ മൃദുമോളുടെ യൂണിക്കോൺ ബ്രാൻഡ് എൻ്റെ മൈൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സാരല്ലല്ലോ എന്ന് വിചാരിച്ച് ഡോറയാന്ന് കണ്ടപ്പോഴും മൂപ്പർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഡെക്കറേഷൻ സൈഡ് ഇതേ നന്ദു ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പണിയെടുക്കാനുണ്ട്, നീ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞപ്പോൾ കുറച്ച് വീഡിയോസ് ഞാൻ മൂപ്പറുടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ്റെ പരിപാടി പിന്നെ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റൈസിൻ്റെ പരിപാടിയും കൂടെ സെറ്റാക്കാനുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരുവിധം പരിപാടികൾക്കൊക്കെ ഫുഡ് വെക്കുക തന്നെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ചേട്ടന് ഒരുവിധം അങ്ങനെ തന്നെയാണ് താല്പര്യം, ഫുഡ് തികഞ്ഞില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. പക്ഷേ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എല്ലാ വട്ടം കുറേ ഫുഡ് ബാക്കി വരാറുണ്ട്. ഇപ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. കുറേ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർക്കൊക്കെ നമ്മൾ പോകുമ്പോൾ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും എത്തുന്നതിന് മുന്നേ പടികളൊക്കെ ഒതുക്കി കുളിച്ച് സെറ്റായി ഇരിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ തന്നെ അല്ല ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡിൻ്റെ പരിപാടി ഏറെക്കുറെ സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ കിച്ചണിലൊന്ന് ക്ലീൻ ചെയ്യാനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയുടെ കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ എനിക്ക് കുളിക്കാൻ പോലെ വിചാരിച്ചു. അതിന് മുന്നേ ഓരോരുത്തർ വന്നു തുടങ്ങിയിട്ട് ഉണ്ണിക്കുട്ടൻ വന്ന് ഗിഫ്റ്റ് കൊടുന്നു കൊടുത്തിട്ടുണ്ട്, നിച്ച് വന്ന് ഗിഫ്റ്റ് കൊടുന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഋതുമോളൻ ഓൾറെഡി സെറ്റാക്കിയിട്ടുണ്ട്, ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. ആ ഗ്യാപ്പിൽ ഞാൻ വേഗം ഓടിപ്പോയി കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് നേരത്തെ മേക്കപ്പ് ഉണ്ട്. അതിനിടയിൽ എൻ്റെ വീട്ടിൽ നിന്നും അമ്മയും നന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് ടീംസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ റെഡി ആയിട്ടോ. എനിക്ക് കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. ഒരു പൊട്ട് തൊട്ടുണ്ട്, ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, കയ്യിൽ ചില സമയത്ത് ഞാൻ എഴുതാറുണ്ട്. ഇത്ര ഉള്ളൂ കേട്ടോ, വേറെ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല. എനിക്കറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ പൊന്നാങ്ങളെ വന്നിട്ട് വീട്ടിൽ കയറിയിട്ടില്ല, കോളും വന്നു എന്ന് പറഞ്ഞിട്ട് റോഡിൽ നടന്ന് ഫോൺ ചെയ്യണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ കുട്ടാപ്പിനും ടീംസും എത്തിയിട്ടുണ്ട്. ഋതുമോളുടെ എല്ലാം ആണ് കേട്ടോ, ആമിയൊക്കെ. അപ്പോൾ പിള്ളേരിപ്പാടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സെറ്റായിട്ടുണ്ട്. കുറച്ച് പേരും കൂടെ എത്താനുണ്ട്. അവരും കൂടെ വന്നു കഴിഞ്ഞാൽ സെറ്റാക്കാന്ന് വെച്ച് നിൽക്കുകയാണ് കേട്ടോ. വരുന്നവർ കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. കുട്ടിയാണെങ്കിൽ അതൊക്കെ ചറപറാന്ന് പറഞ്ഞ് വലിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുവിധം സെറ്റായി എല്ലാവരും എത്തിയെന്ന് കണ്ടപ്പോൾ നമ്മൾ കേക്ക് കട്ടിയാൽ നോക്കാൻ കേട്ടോ. ചേട്ടന്മാരനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ കേക്ക് കട്ടിയുന്ന സമയത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഋതുമോളത് എന്നുള്ളിൽ ചാടിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. എക്സ്ട്രീം ലെവലിലാണ് സന്തോഷത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുട്ടി. അങ്ങനെ എല്ലാവരും കൂടി നമ്മൾ കേക്ക് മുറിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മേനെ അച്ഛനും വിളിച്ച് നിന്ന് കേക്ക് മുറിക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഋതുമോൾ അപ്പോഴാണ് കേട്ടോ കുട്ടി ആലോചിക്കുന്നത്. അപ്പോൾ വായ അമ്മ വായ വെച്ചാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെ അവിടുന്ന് ഇവിടുന്നൊക്കെ മാടി വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുട്ടിക്ക് കേക്ക് മുറിക്കാനുള്ള ത്വരയിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പിള്ളേർ പടേനെ ഫുൾ പിടിച്ച് നിർത്തി ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തിട്ടോ. കുട്ടിയുടെ സ്പെക്സ് കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു, കുറച്ച് ഉരി വീണ്ടായിരുന്നു കേട്ടോ. മറ്റേ കിരീടം പോലെ തലയിൽ വെക്കുന്ന സാധനം ഉണ്ടായിരുന്നു, ഒരു ക്രൗൺ ടൈപ്പ് ഉണ്ടായിരുന്നു. അത് വെക്കുകയെന്ന് ഒന്നുകൂടെ ബെറ്റർ, പക്ഷേ ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഇത് വെച്ച് കൊടുത്തതാണ്. പക്ഷേ ലൂസായിട്ട് ഉരി വീടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഋതുവിൻ്റെ ഡാഡി സർപ്രൈസ് ആയിട്ടാണ് കുട്ടിക്ക് കാറ് കൊടുത്തിട്ടുള്ള. കുട്ടിക്ക് അറിയില്ല. കുട്ടി ഒരു കൊല്ലത്തോളമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് കാറ് വേണമെന്ന്. അതായത് ബർത്ത്ഡേക്ക് വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടാവുമെന്ന് അറിയാം. പിന്നെ അവൾ തന്നെ അവളുടെ ബർത്ത്ഡേനെ കുറിച്ചിട്ട് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് മുറിക്കണം, കണ്ണ് പൊത്തി പിടിച്ചിട്ട് എൻ്റെ ബാക്കിൽ കാറ് കൊടുന്ന് വെച്ചിട്ട് സർപ്രൈസ് കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വേണം അച്ഛമ്മ ചെയ്യാനേന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി ഓൾറെഡി പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾക്കറിയില്ല. വാങ്ങിയിട്ട് ചേട്ടൻ കാറിൽ വെച്ചേക്കായിരുന്നു കേട്ടോ. ഋതുവിന് ഞാനൊരു 1.5 കൊല്ലം മുന്നേ ഒരു കുടുക്ക വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കിട്ടിയ ചെറുവക പൈസകളും എല്ലാം അവൾക്ക് വിഷുവിന് കിട്ടിയത് കുറച്ചധികം ഉണ്ടായിരുന്നു. 1000 രൂപയുടെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു, അതും ഇട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് കിട്ടുന്ന കോയിൻസ് ചെറിയ 10, 20, 50, 100 കിട്ടിയത് മുഴുവതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടി അത് 1 രൂപ പോലും എടുക്കാൻ സമ്മതിക്കില്ല. എന്തിനാന്ന് ചോദിച്ചാൽ എനിക്ക് കാറ് വാങ്ങാനാന്ന് പറഞ്ഞിട്ട് പറയാറുണ്ടായിരുന്നേ. എന്തെങ്കിലും ആരെങ്കിലും ആ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ തരില്ല, എനിക്ക് കാറ് വാങ്ങാനുള്ളതാണ്, ഞാൻ തരില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സീരിയസ് ആയിട്ടാണ് കേട്ടോ. ഒരു കണക്കിനൊരു സേവിങ്സ് മെൻറ്റാലിറ്റി ഉള്ളത് നല്ലതാണല്ലേ. കാറിനുള്ള ഫുൾ എമൗണ്ട് ഇല്ലെങ്കിലും അതിൻ്റെ ഒരു 3 ഇരട്ടി നമുക്ക് ആയിട്ടുണ്ടായിരുന്നു കാറിന് കേട്ടോ. പക്ഷേ എന്നാലും അവൾക്ക് ഒരു സേവിങ്സിനുള്ളൊരു മൈൻഡ് ഉള്ളത് നല്ലതല്ലേ. അപ്പോൾ അവൾ തന്നെ അവൾക്കതുള്ള കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് അതിന് വേണ്ടി എടുത്ത് വെക്കണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ സാധിച്ചു കൊടുക്കാൻ പാടില്ല. പിന്നെ പറഞ്ഞപ്പോഴേക്കും സാധിച്ചു കൊടുക്കാൻ പാടില്ല, കുറച്ച് വെയിറ്റ് ചെയ്യണം എന്നൊക്കെ ഋതുവിൻ്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട് കേട്ടോ. പക്ഷേ ഋതുവിൻ്റെ അച്ഛനും ഋതുവിൻ്റെ അമ്മയും പറയാറുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പല കാര്യങ്ങളും പണ്ട് നമുക്ക് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം അതൊന്നും നമുക്ക് പറ്റുന്ന പോലെ നമുക്ക് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും പറയാറുള്ളത്. അതായത് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മൾക്ക് പറ്റുവാണെങ്കിൽ അത് സാധിച്ചു കൊടുക്കുക. വലുതാവുമ്പോൾ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ
അതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ഋതുവിൻ്റെ പാരൻസ് തന്നെയാണ് കേട്ടോ. ഈ പണ്ടൊക്കെ വിഷുവിനും ഓണത്തിനൊക്കെ, വിഷുവിന് മെയിനായിട്ട് നമ്മളിങ്ങനെ പടക്കമൊക്കെ പൊട്ടിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് തീരല്ലേ അത് കഴിയാറായല്ലോ, ഇനി എവിടെ നിന്നാണ് കിട്ടുക, അല്ലെങ്കിൽ കഴിഞ്ഞുല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരുന്ന് ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കും ഉണ്ടായിട്ടുണ്ട്. സെയിം അനുഭവം എൻ്റെ ഹസ്ബൻഡിനും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പകരം ആളിപ്പോൾ വിഷുവിന് സമയമായി കഴിഞ്ഞാൽ പെട്ടിക്കണക്കിന് സാധനങ്ങളാണ് കേട്ടോ കൊണ്ടുവന്നിടുക. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കത്തിക്കാനൊന്നുള്ള സമയമില്ല, മൈൻഡില്ല, നമുക്ക് ആ ഏജൊക്കെ മാറി നമുക്കത് കത്തിക്കാനുള്ളൊരു മൂഡും ഇതൊന്നും ഇല്ല, ഒരു ക്രേസൊന്നും ഇല്ല. പക്ഷെ എങ്കിലും കൂടി നമുക്ക് ഇപ്പോഴാണ് കേട്ടോ നമ്മളതൊക്കെ ഫുൾഫിൽ ചെയ്യണത്. അതും കൂടെ മനസ്സിലെടുത്തിട്ടാണ് പെണ്ണിൻ്റെ കുഞ്ഞാഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നത്. ഞാനും ഋതുവിൻ്റെ അച്ഛനും മാത്രമല്ല കേട്ടോ, ഋതുവിൻ്റെ പാപ്പൻ, ഋതുവിൻ്റെ മാമൻ എല്ലാവരും ഉണ്ടാവാറുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാനും ഋതുവിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനും, ഋതുവിന് ഇത്ര ഇഷ്ടങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനും എല്ലാറ്റിനും ഫാമിലി ഫുൾ ഉണ്ടാവാറുണ്ട്. അമ്മമാരായിട്ടും ശരി എല്ലാവരുമായിട്ടും ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും വന്നു, എല്ലാവർക്കും കേക്ക് കൊടുക്കലും എല്ലാ പരിപാടിയും കഴിഞ്ഞ് മിഠായൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഓരോരുത്തർ പോയി തുടങ്ങി. നന്ദുവിൻ്റെ വീട്ടുകാരൊക്കെ പോയി തുടങ്ങിയപ്പോൾ അവരൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പു കാറെടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാർ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഷാരു വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഷാരുവിന് കണ്ടുള്ള വേദന നല്ലോണമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അമ്മയും കണ്ണനും കൂടെ ബൈക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരിറങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റ് പൊളിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചെണ്ണം പൊളിക്കാൻ ബാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കത് പൊളിക്കാണ്ട് സമാധാനം ഉണ്ടായിരുന്നില്ല. എനിക്കും ഋതുവിനും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഓരോന്നായിട്ട് പൊളിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതിലത്തൊന്നായിരുന്നു കേട്ടോ ഇത്. ആ ഡ്രസ്സിൽ തന്നെ കുറേ ഹെയർ ബാൻഡും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൊടുന്നതിൽ എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരുടെ. ഞങ്ങളെല്ലാവരും തന്നിട്ട് പോയി പൊളിക്കാനും കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആരുടെ അടുത്ത് എനിക്കൊന്നും പറയാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോസ് കാണുന്നവരായിരിക്കും എനിക്കറിയാം. അതുകൊണ്ട് എല്ലാവരോടും വീഡിയോ ത്രൂ ഞാൻ താങ്ക്സ് പറയാം. ഇപ്പോൾ കയ്യിലുള്ളത് ഉണ്ണിക്കുട്ടൻ കൊടുത്തു കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. ഇതിൽ കുറേ ഐറ്റംസ് ഉണ്ട്. ഉണ്ണിക്കുട്ടൻ ലിസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പ്രകാരം സോജി എല്ലാം വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അതുകൊണ്ട് എനിക്ക് ഗിഫ്റ്റ് ഒന്നും ഇല്ലാണ്ട് പോകാൻ പറ്റില്ല. ഗിഫ്റ്റ് ഒന്നും പോരാ, അവൻ എന്തൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം കിട്ടിയതിന് ശേഷം അവൻ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ. അങ്ങനെയാണ് കേട്ടോ ഇതെല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറേ ഹെയർ ബാൻഡും മാലയും കമ്മലും സ്റ്റഡും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിശ്ചിൻ്റെ വക ചോക്ലേറ്റ്, പിന്നെ കസിൻസിൻ്റെ ഒക്കെ വേറെ കുറേ ഡ്രസ്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും വേണം. ചാ.